റഷ്യ യുക്രൈൻ സംഘർഷം ഒരു വർഷത്തിലേറെയായി തുടരുമ്പോൾ ഈ ആഗോള പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ വിവിധ തലങ്ങളിൽ നടക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അടുത്തിടെ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ യുദ്ധത്തിന്റെ ഗതിയെയും ആഗോള രാഷ്ട്രീയ സമവാക്യങ്ങളെയും സ്വാധീനിക്കാനുള്ള സാധ്യതകൾ തുറന്നു കാണിക്കുന്നുണ്ട്. പുടിനുമായി സമാധാന ചർച്ചകൾക്ക് സാധ്യതയുണ്ടെന്ന് ആവർത്തിക്കുമ്പോഴും റഷ്യയുടെ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ട്രംപിന്റെ നിരാശയും നാറ്റോയോടുള്ള അദ്ദേഹത്തിന്റെ നിലപാടിലെ മാറ്റങ്ങളും ഏറെ ശ്രദ്ധേയമാണ്. ഏറ്റവും പുതിയ പ്രസ്താവനകളിൽ ഉക്രൈൻ സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ട് വ്ളാഡിമിർ പുടിനെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് എനിക്ക് ആരെയും വിശ്വാസമില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് തുറന്നടിച്ചു. ഈ പ്രസ്താവന വരാനിരിക്കുന്ന സമാധാന ചർച്ചകളുടെ സങ്കീർണതയിലേക്കും ഏതൊരു നയതന്ത്ര നീക്കവും നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വിശ്വാസത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. പ്രത്യേകിച്ചും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിൽ ഇരുപക്ഷത്തിനും പരസ്പരം വിശ്വാസമില്ലായ്മ ഉണ്ടെങ്കിൽ ഒരു ധാരണയിലെത്തുന്നത് അതീവ ദുഷ്കരമായിരിക്കും. ട്രംപിന്റെ ഈ നിലപാട് ചർച്ചകൾക്ക് സാധ്യത ഉണ്ടെങ്കിലും അത് എളുപ്പമായിരിക്കില്ല എന്നതിന്റെ സൂചനയാണ്. എന്നിരുന്നാലും റഷ്യയുമായി നയതന്ത്രപരമായ ഒരു മുന്നേറ്റത്തിനുള്ള സാധ്യത ഇപ്പോഴും കാണുന്നുണ്ടെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഈ വൈരുദ്ധ്യമുള്ള നിലപാട് ട്രംപിന്റെ നയതന്ത്ര സമീപനത്തിന്റെ ഒരു പ്രധാന സവിശേഷതയാണ്. ഭീഷണികളും സമ്മർദ്ദങ്ങളും ഉപയോഗിച്ച് പിന്നീട് ഒരു ഒത്തുതീർപ്പിലെത്താൻ ശ്രമിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ശൈലി. ഈ സാഹചര്യത്തിലും റഷ്യയെ സമ്മർദ്ദത്തിലാക്കി ഒരു വെടിനിർത്തലിലേക്ക് എത്തിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാവാം ഈ വിശ്വാസമില്ലായ്മ പ്രസ്താവനയും. ട്രംപിന്റെ പ്രസ്താവനകൾ കൂടുതൽ ഗൗരവകരമാകുന്നത് ഉക്രൈന് ആയുധ സഹായം പ്രഖ്യാപിക്കുകയും റഷ്യയ്ക്ക് കൂടുതൽ താരിഫ് ഭീഷണി മുഴക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ്. കീവിലേക്ക് ആയുധങ്ങൾ അയക്കാനുള്ള പദ്ധതികൾ വെളിപ്പെടുത്തിയതിനു പുറമെ അടുത്ത 50 ദിവസത്തിനുള്ളിൽ വെടിനിർത്തൽ കരാറിൽ എത്തിയില്ലെങ്കിൽ റഷ്യയ്ക്ക് മേൽ കടുത്ത തീരുവ ഏർപ്പെടുത്തുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇത് റഷ്യയ്ക്ക് മേൽ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താനാണ് ലക്ഷ്യമിടുന്നത്. താരിഫുകൾ ഏർപ്പെടുത്തുന്നത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്നത് നിസ്സംശയം പറയാം. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു കരാർ ആസന്നമാണെന്ന് 4 വ്യത്യസ്ത അവസരങ്ങളിൽ താൻ വിശ്വസിച്ചിരുന്നതായും എന്നാൽ ഓരോ തവണയും റഷ്യ ഉക്രൈനിൽ സൈനിക നടപടി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തതെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. ഇത് റഷ്യയുടെ നടപടികളിലുള്ള അദ്ദേഹത്തിന്റെ കടുത്ത നിരാശ വ്യക്തമാക്കുന്നുണ്ട്. സമാധാന ചർച്ചകൾക്ക് സാധ്യതയുണ്ടെന്ന് പറയുമ്പോഴും റഷ്യയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ പ്രതികരണം ഉണ്ടാകാത്തതിൽ അദ്ദേഹം അതൃപ്തനാണെന്ന് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഉക്രൈന് കൂടുതൽ ആയുധ സഹായം നൽകാനുള്ള തീരുമാനം റഷ്യൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള ഉക്രൈന്റെ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. താരിഫ് ഭീഷണി റഷ്യയുടെ യുദ്ധച്ചെലവുകൾ വർദ്ധിപ്പിച്ച് അവരെ ഒരു ഒത്തുതീർപ്പിന് നിർബന്ധിതരാക്കാനുള്ള ഒരു നയതന്ത്രപരമായ നീക്കമായി കാണാം. മുൻപ് കാലഹരണപ്പെട്ടത് എന്ന് വിശേഷിപ്പിച്ചിരുന്ന നാറ്റോ സൈനിക സഖ്യത്തെ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ശക്തമായി പിന്തുണയ്ക്കുന്നതാണ് മറ്റൊരു നിർണായക മാറ്റം. വൈറ്റ് ഹൌസിൽ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സഖ്യത്തിന്റെ കാതലായ പരസ്പര പ്രതിരോധ വ്യവസ്ഥയായ ആർട്ടിക്കിൾ 5-ന് അദ്ദേഹം പിന്തുണയും സ്ഥിരീകരിച്ചു. നാറ്റോ ശക്തമാണെന്നും ട്രംപ് പറഞ്ഞു. അത് ശക്തമായി തുടരേണ്ടതുണ്ട്. ട്രംപിന്റെ ഈ പുതിയ നിലപാട് നാറ്റോയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മുൻ സമീപനങ്ങളിൽ നിന്നുള്ള വ്യക്തമായ മാറ്റമാണ്. പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് നാറ്റോ അംഗരാജ്യങ്ങൾ പ്രതിരോധ ചെലവുകൾ വർദ്ധിപ്പിക്കണമെന്ന് അദ്ദേഹം ശക്തമായി ആവശ്യപ്പെടുകയും സഖ്യത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് സംശയങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ റഷ്യ ഉക്രൈൻ യുദ്ധം നാറ്റോയുടെ പ്രാധാന്യം ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ചു. റഷ്യയുടെ ആക്രമണാത്മക സമീപനം നാറ്റോ സഖ്യത്തിന്റെയും അതിന്റെ കൂട്ടായ പ്രതിരോധ ശേഷിയുടെയും ആവശ്യകതയ്ക്ക് അടിവരയിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ട്രംപ് നാറ്റോയെ പിന്തുണയ്ക്കുന്നത് അമേരിക്കയുടെ യൂറോപ്യൻ സഖ്യകക്ഷികൾക്ക് ആശ്വാസം നൽകുന്നതും റഷ്യയ്ക്ക് ഒരു ശക്തമായ സന്ദേശം നൽകുന്നതുമാണ്. ഇത് നാറ്റോയെ കൂടുതൽ ശക്തിപ്പെടുത്താനും റഷ്യൻ ഭീഷണികളെ ഒരുമിച്ച് നേരിടാനുമുള്ള സഖ്യത്തിന്റെ കഴിവ് വർദ്ധിപ്പിക്കാനും സഹായിക്കും. ട്രംപിന്റെ ഈ പുതിയ നിലപാടുകൾ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും എന്നതിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പ്രത്യേകിച്ചും ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ ലോകമെമ്പാടും വലിയ ശ്രദ്ധയും സ്വാധീനവുമുണ്ട്. യുക്രൈന് ആയുധ സഹായം നൽകാനുള്ള ട്രംപിന്റെ തീരുമാനം യുദ്ധത്തിൽ അവർക്ക് കൂടുതൽ ശക്തി പകരും. ഇത് യുദ്ധഭൂമിയിൽ ഒരു മാറ്റം വരുത്താൻ സാധ്യതയുണ്ട്. അതോടൊപ്പം താരിഫ് ഭീഷണിയും മറ്റ് സാമ്പത്തിക സമ്മർദ്ദങ്ങളും റഷ്യയെ ഒരു വെടിനിർത്തലിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചേക്കും. റഷ്യയുടെ സാമ്പത്തിക നിലയെ ഇത് കൂടുതൽ ദുർബലമാക്കും. നാറ്റോയോടുള്ള ട്രംപിന്റെ പിന്തുണ സഖ്യത്തിന്റെ ശക്തിയും ഐക്യവും വർദ്ധിപ്പിക്കും. ഇത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം വാർത്തയാണ്. കാരണം അവർക്കിപ്പോൾ കൂടുതൽ ശക്തമായ ഒരു പ്രതിരോധ സഖ്യത്തെയും നേരിടേണ്ടി വരുന്നത്. ആരെയും വിശ്വാസമില്ല എന്ന ട്രംപിന്റെ വാക്കുകൾ വരാനിരിക്കുന്ന സമാധാന ചർച്ചകൾ എത്രത്തോളം സങ്കീർണമായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ധാരണയിലെത്താൻ ഇരുപക്ഷവും കടുത്ത വിലപേശലുകൾ നടത്തേണ്ടി വന്നേക്കാം. ട്രംപിന്റെ ഈ പുതിയ നിലപാടുകൾ റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഒരു വഴിത്തിരിവാകുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. അദ്ദേഹത്തിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുമെന്നും
നാറ്റോയോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം എങ്ങനെ മുന്നോട്ടു പോകുമെന്നും ലോകം ഉറ്റുനോക്കും. റഷ്യയുടെ ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് യുക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഈ പുതിയ നീക്കങ്ങൾ സഹായിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്.